ഹേ ഗൈസ്, ആദ്യക്കൊണ്ട് പനി മാറാത്ത കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആദ്യക്കൊണ്ട് ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെയൊന്നും ആദ്യക്കൂടെ ഒരു വകയും കഴിച്ചതുമില്ല, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. ആ ട്രിപ്പ് ഇട്ടതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. ഭയങ്കര ഹാപ്പിയായി. ഇന്നലെയൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവർ ഒരേ കിടപ്പ് തന്നെ എണീറ്റ് കളിയോ ചിരിയോ ഒന്നുമില്ല. നമ്മളുടെ മക്കളുടെ ചിരിയും കളിയും സന്തോഷമൊക്കെ പോകുമ്പോൾ നമുക്കല്ലേ വിഷമം ഉണ്ടാവണം. അങ്ങനെ ഒരു വകയും കഴിച്ചതുമില്ല, ഫുൾ ഛർദിലും ക്ഷീണമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട് ആദ്യക്കുട്ടൻ. പിന്നെ അവിടുത്തെ പിള്ളേരെ വാർഡും കൂടെ നഴ്സുമാരൊക്കെ ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു ഇവൻ്റെ കൂടെ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് പോകുന്നൊക്കെ ഉണ്ടായിരുന്നേ. നഴ്സായിട്ട് പറഞ്ഞ കേൾ പിന്നെ കിടക്കാനാണ് പനിയടിച്ച്. കണ്ട എന്തൊരു കണ്ണന്തിരി കാണിക്കുന്നു നോക്കൂ. ആദ്യക്കൊണ്ട് ഇച്ചിരി ഒന്ന് ഉഷാറായപ്പോൾ അവിടെ കിടന്ന് ഓടാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. നമ്മളാണെങ്കിൽ വിടുന്നുമില്ല, എന്തൊക്കെ കള്ളത്തനം കാണിക്കുന്നു. പ്രവീണനെ വിളിച്ചുകൊണ്ട് ഓടാനുള്ള തത്രപ്പാടിലാണ്. നമ്മൾ കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചപ്പോഴും ചുമയും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ വിടൂലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒളിച്ച് സോപ്പ് ഇടുകയൊക്കെയാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ വീട്ടിൽ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയായിട്ട് ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ വിടൂലെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് അവന് എന്നൊരു പിടിയില്ല കേട്ടോ. ആദ്യക്കൂട്ടിനാണെങ്കിൽ എങ്ങനെ ഇവിടെ പുറച്ചാടാനുള്ള മാപ്പിലാണ് കേട്ടോ. നമ്മളെ പുറകെ ഓരോരുത്തരും മുമ്പിലും സോപ്പൊക്കെ ഇട്ട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവൻ്റെ റൂമിൻ്റെ അകത്ത് പുറത്തിറങ്ങിയാൽ മതി കേട്ടോ. കാരണം ആദ്യം ഒരു വട്ടം ഇവിടുന്ന് ഒറ്റ ഓട്ടോ വാർഡിൽ നിന്ന് ഇറങ്ങി. അവനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇറന്ന് അവനും മുഷിച്ചില്ലായി കേട്ടോ. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും പിള്ളേരുള്ളതാണ് ആകെ ആശ്വാസം. അവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കളിച്ചിരിച്ച്. നേഴ്സുമാർ ചേച്ചിമാർ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവൻ എല്ലാവർക്കും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. ഇന്നലെ പക്ഷെ ആദ്യക്കൂട്ടം ഭയങ്കര ടയേർഡൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ആദ്യക്കൂട്ടം ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. രാത്രി ഞാൻ ആദ്യക്കൂട്ടം നോക്കി ഉറങ്ങാത്ത കാരണം രാവിലെ ആയപ്പോൾ ഇത്തിരി പകൽമയക്കാവാന്ന് പറഞ്ഞ് കിടന്നതായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും പ്രവീൺ ഇടന്ന ക്യാമറയും പിടിച്ചിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടാ ഒന്ന് 5 മിനിറ്റ് ഉറങ്ങിക്കോട്ടെ ചേട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടാ. ആദ്യക്കൂട്ടാണെങ്കിൽ എന്താ ഇവിടെ അവൻ ഇന്നാണ് ഇത്തിരി ഓക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഉറങ്ങുന്ന കണ്ടിട്ട് അവന് അങ്ങോട്ടും സൂചിച്ചില്ല കേട്ടോ. പിന്നെ എൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ട് അവൻ എന്നെ സ്നേഹിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇവന് എന്നും ഇങ്ങനത്തെ കിടക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അവിടെ സൈഡിൽ ഒരു ഫോട്ടോ എടുത്തേക്കാവേ. ഒരു കുഞ്ഞുനാൾ തൊട്ട് ഇവൻ ഇങ്ങനെ കിടക്കും കേട്ടോ. ഇങ്ങനെ കിടന്നെങ്കിൽ ചില സമയത്ത് ഉറങ്ങും. എൻ്റെ പുറത്തല്ല പ്രവീണയുടെ പുറത്തായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ അവൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ഇവരെ കണ്ടതൊന്ന് പേടിച്ച് പോയി കേട്ടോ. ഇനി ഇഞ്ചക്ഷനോ ട്രിപ്പോ എങ്ങനെ ഇടാൻ വരുന്നതാണെങ്കിലാന്ന് വിചാരിച്ചാൽ അവൻ അങ്ങനെ ഒന്ന് തിരിഞ്ഞങ്ങ് നിന്ന് കളഞ്ഞേട്ടാ. പിന്നെ അവൻ ഓക്കെ ആയി. അവർ കളിപ്പിച്ചൊക്കെ പോന്നെ ഓക്കെ ആയി. പിന്നെ അങ്ങനെ വിഷമമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഓക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ അവിടുത്തെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേരുടെ ഞങ്ങളടുത്തായാലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സമയം പോവും. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ആദ്യക്കൊണ്ട് ബോറടി ഇല്ലായിരുന്നു. അവൻ വലിയ ബഹളമൊന്നും ഇല്ലാതെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കൂടാന്നൊക്കെ വിചാരിച്ചേട്ടാ. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ അവൻ ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. നീയാണ് പേഷ്യന്റ്. നിനക്ക് ആദ്യമായിട്ട് ഉമ്മയൊക്കെ കിട്ടണം. അങ്ങനെ അങ്ങനെ ആർക്കും ഉമ്മ കൊടുക്കാറില്ല. കൊച്ചിൻ്റെ അച്ഛനെ പോലും ഉമ്മ കൊടുക്കാറില്ല. ടാറ്റോട് കൊച്ചി പേര് പറ നിങ്ങളെയൊക്കെ. എന്റെ ആര്? രുദ്ര. ആയിരുന്നു തക്കു. ഇതൊക്കെ ആര് തക്കു? നല്ല കാഷ്വാലിറ്റി നൈറ്റ് ഡ്യൂട്ടി കൊണ്ടുവന്ന പിള്ളേരൊക്കെ ഓടി. കൊച്ചി ടാറ്റ പറഞ്ഞു വിടണേന്നും ഇഷ്ടമില്ല. ടാറ്റ ഓടറ ഇല്ല, പിണങ്ങി പോണം.
ഉച്ചയൊക്കെ ആയപ്പം പ്രവീണേട്ടൊന്ന് വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യക്കൂടെ കൂടെ കിടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ച് കിടന്നതായിരുന്നു. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല ഗൈസ്. ആദ്യക്കൂടെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നു. ആദ്യക്കൂട്ടനെ മരുന്ന് കുടിപ്പിച്ചാൻ ഹെൽപ്പ് ചെയ്ത ചേച്ചി ഗായത്രി. ഇത് ഗായത്രിയുടെ കൂട്ടർ അക്സ. കയ്യിൽ കണ്ടു ട്രിപ്പ്. എന്താ പറ്റിയത്? ചെറുതായിട്ടൊന്ന് നടയടിയൊക്കെ കിട്ടിയില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കിട്ടിയില്ല. പ്രവീണേട്ടൻ വന്നപ്പോൾ പ്രവീണേട്ടൻ്റെ അടുത്ത് എങ്ങുന്നില്ലാത്ത സ്നേഹം കാരണം പ്രവീണേട്ടൻ പുറത്തോട്ട് പോയിട്ടാണല്ലോ വന്നത്. അത് കാരണം ഇങ്ങനെ സ്നേഹം കഴിഞ്ഞ് പുറത്തോട്ട് കൊണ്ടുപോയാലോ. ഡോക്ടർ അതിൻ്റെ ആദ്യക്കൊണ്ടെ കണ്ടിട്ട് പറയും ഇന്ന് രാത്രി നൈറ്റ് കുഴപ്പമില്ല, ഇന്നുണ്ടെങ്കിൽ നാളത്തെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇവന് തന്നെ റൂമിൻ്റെ അകത്തിരുന്ന് മുഷിഞ്ഞ് നമുക്ക് തന്നെ മുഷിവുണ്ടാവില്ല. അപ്പോൾ പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അവന് പുറത്തോട്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിനകത്ത് ഇരുന്നാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പല ശബ്ദങ്ങളും കേൾക്കും. നിങ്ങളത് കാര്യമാക്കണ്ട, കാരണം ഞാൻ ഹോസ്പിറ്റലിലുള്ള ഇതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടാ. നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് എല്ലാം കൂടെ ഒരൊറ്റ വലിയ വീഡിയോ ഒക്കെയാണ് എടുക്കുന്നത്. കാരണം എൻ്റെ മൂഡ് ശരിയില്ല. ആദ്യക്കൂട്ടൻ ഇങ്ങനെ വയ്യാണ്ടും കയ്യിൽ സൂചിയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് പ്രയാസമൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റും. പിന്നെ അവൻ്റെ കളിയും ചിരിയും വന്നപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഉഷാറൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ എന്നെ എല്ലാവരും തിരക്കൂല, എവിടെ പോയി ഇങ്ങനെ എന്നെ കാണാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സി യു.